നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 കുറിച്ചാണ്. 1985 നിലവിൽ വന്ന ദ NDPS ആക്ട് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ചില സെക്ഷനുകൾ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. ഇത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള മേഖലയായതിനാൽ അതിൽ പ്രതീക്ഷിക്കുവാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് സെക്ഷൻ 27 ആണ്. എന്താണ് സെക്ഷൻ 27ൽ പരാമർശിക്കുന്നത്? ഇതിൽ പരാമർശിക്കുന്ന കാര്യം ഇതാണ്: പണിഷ്മെൻറ്റ് ഫോർ കൺസംഷൻ ഓഫ് എനി നാർക്കോട്ടിക് ഡ്രഗ് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്നാണ് പറയുന്നത്. പണിഷ്മെൻറ്റ് ഫോർ കൺസംഷൻ ഓഫ് എനി നാർക്കോട്ടിക് ഡ്രഗ് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്നാണ് പ്രതിപാദിക്കുന്നത്. അതായത് കൊക്കൈൻ, മോർഫിൻ, ഡൈഅസറ്റൈൽ മോർഫിൻ എന്നിവ, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള ലഹരി എന്ന നിർവചനത്തിൽപ്പെടുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയെപ്പറ്റിയാണ് സെക്ഷൻ 27ൽ പരാമർശിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 27ൽ പരാമർശിക്കുന്ന കാര്യം എന്താണ്? ചില മയക്കുമരുന്നുകളുടെ ഉപയോഗവും അതിനുള്ള ശിക്ഷയുമാണ്. അപ്പോൾ മയക്കുമരുന്നുകൾ ഏതൊക്കെയാണ്? കൊക്കൈൻ, മോർഫിൻ, ഡൈഅസറ്റൈൽ മോർഫിൻ എന്നിവ. അത് ഗ്രേഡ് കൂടിയതാണ്. അതേപോലെ തന്നെ സർക്കാർ നോട്ടിഫിക്കേഷനിലൂടെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ചില പ്രത്യേക ലഹരികളും കാണും. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അത് 1 വർഷം തടയുന്നത്, 1 ഇയർ ഇംപ്രിസൺമെൻറ്റ്, അതോടൊപ്പം തന്നെ 20,000 രൂപ പിഴയും അടയ്ക്കുവാനായിട്ട് ബാധ്യതപ്പെട്ടതാണ്. ഇനി ഇതല്ലാതെ മറ്റ് ചില ലഹരികൾ കൈവശം വയ്ക്കുകയോ വിതരണം ചെയ്യുകയോ ഉപയോഗിക്കുകയോ സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലോ 6 മാസം തടവും 10,000 രൂപ പിഴയും അതിനുമുണ്ട് എന്ന് ഓർക്കുക. ഇനി നമുക്ക് സെക്ഷൻ 28 എന്താണ് എന്ന് നോക്കാം. സെക്ഷൻ 28ൽ എന്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്? കുറ്റകൃത്യം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ, കുറ്റകൃത്യം ചെയ്യുന്നില്ല പക്ഷെ കുറ്റകൃത്യം ചെയ്യുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷയെ പറ്റിയാണ് സെക്ഷൻ 28ൽ പ്രതിപാദിക്കുന്നത്. അതെന്താണ് സെക്ഷൻ 28ൽ പ്രതിപാദിക്കുന്നത്? അതായത് അധ്യായം 4 കീഴിൽ വരുന്ന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അധ്യായം 4 കീഴിൽ വരുന്നതും ശിക്ഷിക്കപ്പെടാവുന്നതുമായ കുറ്റകൃത്യം ചെയ്യുക. അധ്യായം 4 കീഴിൽ വരാവുന്നതും ശിക്ഷിക്കപ്പെടാവുന്നതുമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുക, അതിന് ശ്രമിക്കുക, ഇതേ ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് അധ്യായം 4 കീഴിൽ വരാവുന്നതും ശിക്ഷിക്കപ്പെടാവുന്നതുമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുക, ശ്രമിക്കുക എന്നിവയാണ് ഇതേ ശിക്ഷ തന്നെയാണ് ഇവർക്ക് ലഭിക്കുക എന്ന് ഓർക്കുക. ഇനി നമുക്ക് സെക്ഷൻ 31 എന്താണെന്ന് നോക്കാം. സെക്ഷൻ 31 എന്താണ്? സെക്ഷൻ 31 എൻഹാൻസ്ഡ് പണിഷ്മെൻറ്റ് ഫോർ ഒഫൻസസ് ആഫ്റ്റർ പ്രീവിയസ് കൺവിക്ഷൻ എന്നാണ് പറയുന്നത്. എൻഹാൻസ്ഡ് പണിഷ്മെൻറ്റ് ഫോർ ഒഫൻസസ് ആഫ്റ്റർ പ്രീവിയസ് കൺവിക്ഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ NDPS നിയമപ്രകാരം, നമ്മുടെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം, ആ നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട വ്യക്തി അതേ കുറ്റകൃത്യം തന്നെ വീണ്ടും ആവർത്തിച്ചാൽ അയാൾക്കുള്ള ശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ലഭിച്ചതിൻ്റെ 1.5 ഇരട്ടിയായിരിക്കും ശിക്ഷ എന്ന് പറയുന്നത്. ആ 1.5 ഇരട്ടി എന്ന് പറയുന്നത് ഓരോ തവണയും കൂടിക്കൊണ്ടിരിക്കും. ഒന്നാമത്തെ തവണ ചെയ്തതിൻ്റെ 1.5 ഇരട്ടി രണ്ടാമത്തെ തവണ ചെയ്തതിൻ്റെ 1.5 ഇരട്ടി മൂന്നാമത്തെ തവണ, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ശിക്ഷയുടെ കാലാവധിയും ശിക്ഷാവിധിയും ഒക്കെ തീരുമാനിക്കാനായിട്ടുള്ളത് കോടതി അതിൻ്റെ ഉചിതം പോലെയാണ് തീരുമാനിക്കുക എന്നുകൂടി ഇവിടെ വ്യവസ്ഥയുണ്ട്. ഇനി അടുത്തൊരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനാണ് 31A എന്ന് പറയുന്ന സെക്ഷൻ. 31A എന്ന് പറയുന്ന സെക്ഷൻ എന്താണ്? ഡെത്ത് പെനാൽറ്റി ഫോർ സർട്ടൺ ഒഫൻസസ് ആഫ്റ്റർ പ്രീവിയസ് കൺവിക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ചില കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് മരണശിക്ഷ വരെ വിധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ ഡെത്ത് പെനാൽറ്റി ഫോർ സർട്ടൺ ഒഫൻസസ് ആഫ്റ്റർ പ്രീവിയസ് കൺവിക്ഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സെക്ഷൻ 19 നമ്മൾ പറഞ്ഞതാണല്ലോ, OPM മുതലായ കാര്യങ്ങൾ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി കൃഷി ചെയ്യാനായിട്ട് ലഭിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു? അത് മോഷ്ടിച്ച് കച്ചവടം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, അതാണ് 19ൽ പറയുന്നത്. പിന്നെയും 24 നമ്മൾ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ എന്തായിരുന്നു? വിദേശത്ത് നിന്ന് ആ മയക്കുമരുന്ന് സ്വീകരിക്കുകയും എന്നിട്ട് ആ മയക്കുമരുന്ന് എന്ത് ചെയ്യുകയാണ്? ഗവൺമെൻറ് അറിയാതെ വിദേശത്തുള്ള മറ്റൊരാൾക്ക് തന്നെ കച്ചവടം ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുക, അതാണ്. പിന്നെയോ സാമ്പത്തിക സഹായം ചെയ്യുക, അതാണ് 27A പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, അതൊന്നുകൂടി ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ശിക്ഷിക്കപ്പെട്ട ഒരാൾ 10 വർഷം മുതൽ 20 വർഷം വരെ തടവും 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് ഇതിനുള്ളത്. അപ്പോൾ അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഒരാൾ വീണ്ടും അതേ കുറ്റകൃത്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വധശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു കുറ്റമായിട്ട് സെക്ഷൻ 31A പ്രകാരം അതിനെ കണക്കാക്കുമെന്നാണ് പറയുന്നത്.
ഇനി നമുക്ക് സെക്ഷൻ 37 എന്താണെന്ന് നോക്കാം അല്ലെ. സെക്ഷൻ 37 എന്താണ്? സെക്ഷൻ 37 ഒഫൻസസ് ടു ബി കോഗ്നിസബിൾ ആൻഡ് നോൺ ബെയിലബിൾ എന്നാണ് പറയുന്നത്. ഒഫൻസസ് ടു ബി നോൺ കോഗ്നിസബിൾ ആൻഡ് നോൺ ബെയിലബിൾ, ജാമ്യമില്ലാത്തതും അറസ്റ്റ് വാറന്റ് ആവശ്യമില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടുവാൻ സാധിക്കുന്നതുമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് സെക്ഷൻ 37 പ്രതിപാദിക്കുന്നത്. അതെന്തെല്ലാമാണ്? അത്തരത്തിൽ ഉൾപ്പെടുന്ന എല്ലാ കുറ്റങ്ങളും എന്നാണ് കോഗ്നിസബിൾ കുറ്റകൃത്യങ്ങൾ എന്ന രീതിയിലാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും തന്നെയാണ് കോഗ്നിസബിൾ ആണ്. അറസ്റ്റ് വാറണ്ട് ഒന്നും വേണ്ട, അറസ്റ്റ് ചെയ്തുകൊണ്ട് ഉടൻ തന്നെ പോകാവുന്നതാണ്. 19, 24, 27A എന്നിവയിൽ ഉൾപ്പെട്ടാൽ എന്താണ്? ജാമ്യം എന്ന് പറയുന്ന സാധനം പോലും ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ജാമ്യാപേക്ഷ എതിർത്ത് കഴിഞ്ഞാൽ എന്താണ്? ജാമ്യം കിട്ടില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ കോടതിക്ക് ബോധ്യപ്പെടുന്നു അവൻ പ്രശ്നക്കാരനാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയും ജാമ്യം കിട്ടുകയില്ല. ഇനി അധ്യായം 5A എന്താണെന്ന് നോക്കാം അല്ലെ. അധ്യായം 5A എന്താണ്? നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടലാണ് ഉദ്ദേശിക്കുന്നത്. നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 68F ആണത് അല്ലെ. സെക്ഷൻ 68F നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടൽ സെക്ഷൻ 68F ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. എന്താണ്? സീസർ ഓർ ഫ്രീസിംഗ് ഓഫ് ഇല്ലീഗലി അക്വയർഡ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത് അല്ലെ. സീസർ ഓർ ഫ്രീസിംഗ് ഓഫ് ഇല്ലീഗലി അക്വയർഡ് പ്രോപ്പർട്ടി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് സമ്പാദിക്കുവാൻ സാധിക്കുന്നതും ആർജിക്കുവാൻ സാധിക്കുന്നതും കൈവശം വയ്ക്കുവാനായിട്ട് സാധിക്കുന്നതുമായിട്ടുള്ള സ്വത്തിനൊരു പരിധിയുണ്ട്. ആ പരിധിയിൽ കവിഞ്ഞ് സ്വത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സൂക്ഷിക്കുന്ന വ്യക്തിയിൽ നിന്നും ആ സ്വത്ത് ഗവൺമെൻറ്റിന് നേരായ മാർഗ്ഗത്തിൽ പിടിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ നിയമവിരുദ്ധമായിട്ട് സമ്പാദിച്ച സ്വത്ത് എന്ന് പറയുന്നത്. അങ്ങനെ പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതുണ്ട്. ആ ഉത്തരവിൻ്റെ കോപ്പി എന്ത് ചെയ്യണം? 48 മണിക്കൂറിനകം ആരാണോ അനധികൃതമായിട്ട് സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നയാൾ അയാൾക്ക് നൽകിയിരിക്കണം. അതിനുശേഷം പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെയോ ഈ അധികാരപ്പെട്ട അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് എന്ന് പറയുന്നത് 30 ദിവസത്തിനകം എന്താണ്? ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ കൂടി അംഗീകരിച്ചിരിക്കണം എന്നൊരു വ്യവസ്ഥയും കൂടി ഇവിടെ ഉള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ സമ്പൂർണ്ണമാക്കിയിരിക്കുന്നത് ദ NDPS ആക്ട് ആണ്. ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 ആണ് നമ്മളിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്നും സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്കിവിടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓൾ ദ ബെസ്റ്റ്.